ഇല്ല മലക്കൊന്നും പറയണ്ട, അതിന് മലക്കം പറയുന്നത് അത് തന്നെയാണ് നിലപാട്. വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കണം, എന്നാൽ ജനാധിപത്യപരമായ ഉള്ളടക്കത്തെ ശക്തിപ്പെടുത്തുകയും വേണം. രണ്ടും രണ്ടല്ലേ, ഒരുമിച്ച് കിടക്കും. നമുക്ക് കാണാൻ എങ്ങനെയാണ്. സുപ്രീം കോടതി വിധി വന്ന സമയത്ത് സർക്കാർ എടുത്തൊരു നിലപാടുണ്ടായിരുന്നു, അതേ നിലപാടാണോ അതോ അതിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാകുമോ? അതില്ല ഞാൻ പറഞ്ഞത്, സാങ്കല്പിക ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ലാണ്. സാങ്കല്പിക ഉത്തരം ഞാൻ പറയുകയും ചെയ്യില്ല. അത് വരെ എന്താ വിശ്വാസികളോട് ആള് വിശ്വാസിൻ്റെ ഞങ്ങളാണ് വിശ്വാസികളോട് ഏറ്റവും കൂടുതലുള്ളത്. പോരെ പിന്നെന്താ, അങ്ങനെ രണ്ടും കൂടി ചേർത്തിട്ടല്ലേ ജനാധിപത്യം നടക്കുക. അല്ലാണ്ട് വിശ്വാസികൾക്ക് ഒരു ജനാധിപത്യം, വിശ്വാസി അല്ലാത്തവർക്ക് വേറെ ജനാധിപത്യം ഉണ്ടോ? എല്ലാവർക്കും ഉള്ള ജനാധിപത്യം തന്നെ. കോടതിൻ്റെ മുമ്പിൽ വരട്ടെ. ഞങ്ങൾ അന്ന് കോടതി പറഞ്ഞ നിലപാട് അടിസ്ഥാനപ്പെടുത്തി കൈകാര്യം ചെയ്തു, അല്ലാണ്ട് ഞങ്ങൾ പറഞ്ഞ കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല. അന്ന് കോടതി എന്താ പറഞ്ഞിരുന്നത്? കയറ്റുന്നല്ലേ? ഇല്ല, കോടതി പറഞ്ഞ നിലപാടാണെന്ന്. കയറ്റണ്ടെന്ന് പറഞ്ഞപ്പോൾ കയറ്റണമെന്ന് പറഞ്ഞപ്പോൾ കയറ്റണം. കോടതി നിലപാടാണ് ഞങ്ങൾ എടുക്കുന്നത്, അല്ലാണ്ട് ഞങ്ങൾ ഇന്ന നിലപാട് സ്വീകരിച്ചു എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. കോടതി നിലപാട് വരട്ടെ എന്ന് വെറുതെ ആവശ്യമില്ലാണ് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സർക്കാർ പറഞ്ഞോളുന്നു, നിങ്ങളെന്തിനാ വേവലപ്പെടുന്നു? ഇന്ന് തന്നെ വാർത്തയാക്കേണ്ട പല കാര്യമുണ്ട്. അത് വരട്ടെ, ഇനി വരും, കോടതിൻ്റെ മുമ്പിൽ വരും. നാളെയാണ് വരുന്നത്, നാളെ വരട്ടെ. അപ്പോൾ വ്യക്തമാകും കോടതി നിലപാടാണ് സ്വീകരിക്കാൻ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെന്താ, അങ്ങനെ പല ഞങ്ങളുടെ അന്തസ്സ് എത്ര കാലമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അത് പറയാൻ വേണ്ടിയിട്ടാണ്. അത് ഇടയ്ക്ക് ഇടിഞ്ഞു പോയിന്നാ ഞങ്ങൾ ഒരേ നിലപാട് സ്വീകരിച്ച് ജനാധിപത്യപരമായ അന്തസ്സാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. അല്ലാണ്ട് വേറെ എന്താ അന്തസ്സ് വന്നിരിക്കുന്നു? ചൂടുള്ള അന്തസ്സൊന്നുമല്ല, ജനാധിപത്യ അന്തസ്സ്. ആ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യം മുന്നോട്ട് പോകുന്നത്. ഇനി അങ്ങനെ പോകും, അത്രയേ ഉള്ളൂ.